താങ്ക് യു. എന്താ ഇത്? ഒരു ഗിഫ്റ്റ്. അച്ഛനും അമ്മയാവാൻ പോകുന്നവർക്ക് ഒരു കൊച്ചു സമ്മാനം, പിന്നെ കുഞ്ഞിനുള്ളത് അത് 10 മാസത്തിന് ശേഷം എത്തിക്കാം. അങ്ങോട്ടും വേണ്ടേ ഗിഫ്റ്റ് ഒക്കെ? മിക്കവാറും വേണ്ടി വരും. ഡോക്ടർ ഒന്ന് കാണട്ടെ, എന്നിട്ട് പറയാം. അയ്യോ സൂക്ഷി, പതുക്കെ. സമയം കളയാതെ എല്ലാം തുറന്നു പറ. കൃഷ്ണേന്ദു, എനിക്ക് കൃഷ്ണേന്ദുവിനോട് ഒരു കാര്യം പറയാനുണ്ട്. അതെ, ആദ്യം ഞാൻ പറയാം. ചാടി പറഞ്ഞു. അല്ല, എനിക്ക് പറയാനുള്ളത് ഇവന്റെ കല്യാണക്കാരി ഇവന്റെ വീട്ടുകാർ സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അതല്ലേ? അതല്ല, ഞാൻ സത്യത്തിൽ. അയ്യോ മനസ്സിലായി മൂന്തേട്ടാ. രണ്ടുപേർ തമ്മിൽ കല്യാണം കഴിക്കുമ്പോ ആദ്യം വേണ്ടത് ആൾക്കാരുടെ അംഗീകാരോ അല്ലേ ജോണേ? അതെ, വേണം. അതുകൊണ്ട് തന്നെ നിന്റെ ഈ വിവാഹം ഞങ്ങൾ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോഴേ നടക്കുന്നതേ നിന്റെ വിവാഹ പാർട്ടിയാ. എന്താ എല്ലാരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നേ? ആ, ഒരു സസ്പെൻസ് കൂടി ഉണ്ട്. ഞാൻ നിങ്ങളോട് ആരോടും വന്നല്ലോ ആ സസ്പെൻസ്. ചേട്ടായി, എന്റെ ലൗകിക ജീവിതം എല്ലാം നശിപ്പിക്കാൻ വന്നതല്ലേ? ഭാര്യയോടുള്ള ബഹുമാനം കണ്ടില്ലേ? ഇത്രയൊന്നും വേണ്ട. ഇരിയുടെ അമ്പലത്തിൽ പോയി മടങ്ങി വരുന്ന വഴി എലീനെ കണ്ടപ്പോഴാ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. നമ്മുടെ ഇന്നത്തെ ഈ പാർട്ടിയെ കുറിച്ച് പറഞ്ഞപ്പോ ആൾക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ രായപ്പനെ വിട്ട് നിർബന്ധിപ്പിച്ചങ്ങ് വിളിക്കുക. എന്തായാലും അപ്പോഴിവരുടെ ഈ കല്യാണം നമ്മൾ അങ്ങ് അംഗീകരിക്കുന്നു അല്ലേ മുന്തേട്ടാ? എല്ലാം തുറന്നു പറയുന്നുട്ടോ. ഈ സമയത്ത് പറഞ്ഞാൽ ആകെ കുഴപ്പാവും. ഞാൻ എല്ലാം വിളിച്ചു കൂട്ടെ. കൂടാ 6 വർഷങ്ങൾക്ക് മുമ്പ് നട്ടുച്ചയ്ക്ക്. എന്താ രണ്ടുപേരും കൂടി ഒരു സ്വകാര്യം? ഭാര്യ വന്നതിലുള്ള സന്തോഷം. അയ്യോ എലീന ഇരിക്കേ. താങ്ക് യു. ആ, അവിടെ ഇവിടെ ഇരിക്കേ. അയ്യോ, ഇവിടെ വേണ്ട. അവന്റെ അടുത്തിരുന്നോ? അപ്പൊ എന്റെ അടുത്തിരിക്കാൻ ശ്രീകുട്ടിയില്ലേ? തർക്കം വേണ്ട. കുട്ടി എന്റെ അടുത്തിരുന്നോളൂ. ഞാനൊന്ന് കൈ കഴിച്ചിട്ട് വരാം. ഞാനും ഒന്ന് കൈ കഴുകിട്ട് വന്നേക്കാം. വെറുതെ ഒന്ന് കൈ കഴുകിടാ. വെറുതെ കൈ എഴുതുന്നതിനെ പാൻറ് തുടച്ചാ പോരെ? ഓ, ചിലപ്പോ രണ്ടിന് പോകുന്നതായിരിക്കും. അതിനെന്തിനാ ഈ ഗ്രൂപ്പായിട്ട് പോകുന്നത്? ഓ, ഒരു കുരിശിന് വരാം. അയ്യോ, ലേഡീസ് വാഷ്. നീ ഈ വഴി ഒളിച്ചു മുങ്ങാനുള്ള പരിപാടിയായിരുന്നു അല്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. എല്ലാവരും കൂടി എന്റെ ലൈഫ് തുളയ്ക്കുമല്ലേ? എനിക്ക് കല്യാണം ഒന്നും കഴിക്കണ്ടായോ? ഇനി ഈ വക സെറ്റപ്പുകൾ കിട്ടാനുണ്ടാവോ? ഇനി ഒരു മഞ്ജു, പിന്നെ ഒരു ഷാരനുണ്ട്, പിന്നെ ഞാൻ ഞങ്ങളുടെ ജീവിതം തൊലപ്പിച്ചിട്ട് നിന്ന് കളിക്കുന്നു. എനിക്കെല്ലാം മനസ്സിലായി. ഒളിച്ചെന്ന് വെള്ളം അടിക്കായിരുന്നല്ലേ? എനിക്കവിടെ കുഴപ്പമില്ലെന്ന്. ഇപ്പൊ ഹോട്ടൽ പാർട്ടിക്കൊക്കെ ഇതൊരു ഫാഷനാണ്. പെണ്ണുങ്ങൾ ചോരനുമ്പോ ഇവിടെ ആണുങ്ങൾ മാറിയെന്ന് വെള്ളം അടിക്കും. ഇവിടെ ഒരു അരപ്പൊക്കെ, ഇവിടെ ഒരു കാൽപ്പൊക്കെ തുപ്പലെങ്കിലും താടേ. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു സൽസര ക്വാർട്ടർ വാങ്ങിച്ചോണ്ട് വന്നാൽ മതിയായിരുന്നു. പാക്കറ്റ് ഇട്ടോണ്ട്. എടാ ജോണേ, ദേ ഈ സ്വീറ്റ് എടുത്ത് എലിനിക്ക് കൊടുത്തേ. അല്ല, അതിപ്പോ ചേട്ടായി കൊടുത്താ പോലെ. നീയല്ലേ കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ഇയാള് കൊടുക്കും. കൊടുക്കണം അങ്ങോട്ട്. മൂദേവി, എന്റെ സെറീന. ഇരിക്കൂ. ഇതാ മുകുന്ദൻ ചേട്ടായി. ഇത് ഫ്രണ്ട് രാഹുൽ. ഹലോ. ഏട്ടന്റെ വൈഫ് വരെന്ന് പറഞ്ഞിരുന്നു. പിന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല. അതെ. എന്തുകൊണ്ട് പറ്റിയില്ല? ഒരസുഖം. എന്തസുഖം? അത് പിന്നെ വൈഫിന്റെ അസുഖം എന്താണെന്ന് അറിയില്ലേ? അത് വയറ്. തൽക്കാലം രക്ഷപ്പെടാൻ ഇതേയുള്ളൊരു മാർഗം. കുറച്ച് കാലമായി സർ തുടങ്ങി. പറഞ്ഞത് സത്യമാണോ? അതെ. മിസ്റ്റർ മുകുന്ദനോടാ ചോദിച്ചത്? അതെ. മെന്റൽ. വെരി ഗുഡ്.
താങ്ക് യു സർ. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. സാധാരണ ഓരോരുത്തരും ഇത്തരം അസുഖങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. മാനസിക രോഗിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഭാര്യയെ കല്യാണം കഴിച്ചത്, അതോ വീട്ടുകാർ അബദ്ധത്തെ കൊണ്ട് ചാടിച്ചോ? അറിഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചതാ. വെരി വെരി ഗുഡ്. ഞാൻ സർവീസിലായിരിക്കുമ്പോൾ ഒരു കേസ് വന്നു. ഭാര്യയ്ക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് ഭർത്താവ് അവിടെ ഉപേക്ഷിക്കാൻ നോക്കുമായിരുന്നു. ആ ഭർത്താവിനെ ഞാൻ ഒരൊറ്റ ചവിട്ടി. ഇന്നും അവന്റെ നട്ടൽ ഉറച്ചിട്ടില്ല. ദാമ്പത്യ ജീവിതത്തിൽ കള്ളം കാണിക്കുന്നവരെ ചവിട്ടുക തന്നെ വേണം. അത് തന്നെ വേണം. അതിരിക്കട്ടെ, ഭാര്യ ഇപ്പൊ എവിടെയാ? വീട്ടിലോ ഹോസ്പിറ്റലിലോ? വെറും ഒരു കമ്പനി കൊടുക്കൽ, ഒരു ഫീമെയിൽ ഫ്രണ്ട്, കളിയും ചിരിയും വർത്തമാനം ഒക്കെ ആയിട്ട് അത്രമാത്രം. അവിടെ എന്റെ ബൗണ്ടറിയാണ്. ആ അതിർത്തി ബ്രേക്ക് ചെയ്യാൻ ഞാൻ പെർമിഷൻ തരില്ല, ലോകത്താർക്കും. വേണ്ട, വേറും ഒരു ടച്ചിങ്സ്, അത്രേ ഉള്ളൂ. പാവം സാറിന് മനോരോഗ, തലമുടിയില്ലെങ്കിലും ഒരു ടച്ചിങ്, അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ ഒരു കാര്യം, എന്താ? ഭാര്യമാരെ പറ്റിച്ച് എന്നോട് കമ്പനി കൂടാൻ വരുന്നവരെ ഞാൻ വട്ടം ചുറ്റിക്കും. ഭാര്യ ഉണ്ടോ? ഇല്ല. ഉണ്ട്. ഉണ്ട്. ഇല്ല. ഉണ്ടെങ്കിൽ ഇല്ലാത്ത പോലെ തന്നെയാ. നമുക്ക് ഏതെങ്കിലും ഫോറിൻ രാജ്യം വിസിറ്റ് ചെയ്യാം. സിംഗപ്പൂർ, ഹോങ്കോങ്, മലേഷ്യ, കോലാലംപൂർ, അങ്ങനെ എവിടെയെങ്കിലും. പിന്നെന്താ? എന്നാ നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. എനിക്ക് അപ്പുറത്തൊരു പാർട്ടി മീറ്റിംഗ് മെമ്പേഴ്സ് കാത്തിരിക്കുന്നുണ്ടോ? ഒന്ന് പോടെ കള്ളൻ. ഞാനൊന്ന് ടച്ച് ചെയ്തോട്ടെ. ഓക്കെ. അവനെ കൊണ്ട് ഞാൻ തോറ്റ്. രണ്ട് ലേഡീസോ? തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാനല്ലേ സാർ ഇപ്പൊ ഡോറ് തുറന്നു തന്നത്. ഞാൻ SIEDN ഇടിക്കുള. 8 വർഷത്തെ സർവീസിനിടയ്ക്ക് 80 സസ്പെൻഷൻ. ഇവിടെ ഈയിടെ ചാർജ് എടുത്തേ ഉള്ളൂ. എന്റെ സ്റ്റേഷൻ എതിർത്ത് ഞാൻ ക്ലീൻ ആക്കും. വമ്പന്മാരുടെ ഹോട്ടലുകളാണ് ഈ ഇടിക്കുളയ്ക്ക് നോട്ടം. പാവകളെ ഞാൻ വെറുതെ വിടും. പറഞ്ഞ ആരായവൾ? ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. പറയൂ. ഞാൻ ഈ കുട്ടിയുടെ ബ്രദറാണ് സാർ. ആണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രദറിന്റെ പേരെന്ന് പറ സിസ്റ്ററെ. പവൻ. പഴം പവനോ? സർ, സത്യമാണ്, ഇതെന്റെ ബ്രദറാണ്. ഞങ്ങളൊരു ഇന്റർവ്യൂവിന് വന്നതാ. ഞങ്ങളൊരു റെപ്യൂട്ടഡ് ഫാമിലി മെമ്പേഴ്സ് ആണ്. ഞാൻ മാരീഡാ. SIEDN ഇടിക്കുളയ്ക്ക് തെളിവ് വേണം. ആരാ ഹസ്ബൻഡ്? പേര് പറഞ്ഞാ പോരാ, ആളെ കാണണം. ആണ്ടെ, ഈ വരുന്ന ഞായറാഴ്ച എന്റെ വിവാഹ നിശ്ചയം. നമ്മുടെ മുൻ DGP അലക്സാണ്ടർ മാത്യൂസ് ഇല്ലയോ, പുള്ളിയുടെ മോള് സെറീനയെ ഞാൻ കിട്ടുന്നത്. സർ, ആളിപ്പിത്തിരി ദൂരെയാണ്. അപ്പോൾ വിവാഹം ലളിതമായിട്ട് നടത്താം. റിസപ്ഷൻ എടുത്ത ടൗൺ ഹാളിൽ. മിസ്റ്റർ മുകുന്ദൻ, വിവാഹത്തിന് ഭാര്യയെ തീർച്ചയായും കൊണ്ടുവന്നിരിക്കണം. അത് പിന്നെ ഭാര്യയ്ക്ക് മാനസികാസുഖമുള്ളവർക്ക് ഏറ്റവും ആവശ്യം മനസ്സിന് സന്തോഷം കിട്ടുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അകമ്പടിക്ക് 1-2 പേരെ കൂടെ വെച്ചാൽ മതിയല്ലോ. അതെ.